33 ദിവസങ്ങൾ മക്കളെ, ഇനി അങ്ങോട്ട് 33 ദിവസങ്ങളെ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനുള്ളൂ. ഈ 33 ദിവസങ്ങൾ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കും എന്നുള്ള കാര്യം തന്നെയായിരിക്കും നിങ്ങളുടെ പബ്ലിക് എക്സാമിൻ്റെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ടിനെ തീരുമാനിക്കാൻ പോകുന്നത്. അതായത് ഇതുവരെ നിങ്ങൾ ചെയ്ത കാര്യങ്ങളെക്കാളും കൂടുതൽ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ഇനിയുള്ള ഈ 33 ഡേയ്സ് നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുന്നു അല്ല യൂസ് ചെയ്യാതിരിക്കുന്നു എന്നൊരൊറ്റ കാര്യം തന്നെയായിരിക്കും. മക്കളെ, എനിക്ക് നിങ്ങളുടെ സ്ഥിതി അറിയാം. നിങ്ങൾക്ക് മോഡൽ എക്സാമൊക്കെ നിങ്ങൾ എഴുതി കഴിഞ്ഞു. പലരും പഠിക്കാൻ നോക്കിയെങ്കിലും മോഡൽ എക്സാമിൽ എഴുതിയപ്പോൾ അതൊന്നും വന്നിട്ടില്ല. പലരും പഠിച്ചിട്ടില്ല. പലരും പഠിച്ചു, പക്ഷേ പബ്ലിക് എക്സാമിന് നല്ല മാർക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് ലെവൽ ഇല്ല. സാർ, എനിക്ക് എന്തൊക്കെയോ അറിയാം, പക്ഷെ ഒന്നും അങ്ങോട്ട് സെറ്റല്ല മനസ്സിൽ. ഫിസിക്സോ മാത്സോ പരീക്ഷയെ പറ്റി ആലോചിക്കുമ്പം അതൊന്നും ഫുള്ളായിട്ടും കൊണ്ട് സെറ്റല്ല. ഉറപ്പില്ല പബ്ലിക് എക്സാമിൽ ഒരു 90% മുകളിൽ വാങ്ങിച്ചെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു മെൻ്റൽ സ്റ്റേറ്റിലൂടെ ആയിരിക്കും പലരും കടന്നു പോകുന്നത്. അതേസമയം ചിലർ വിചാരിക്കുന്നുണ്ടാവും, സാർ ഇപ്പോഴത്തെ ഒരു ലെവൽ വെച്ചിട്ട് പ്രശ്നമാണ്, ഒരു കോൺഫിഡൻസ് തോന്നുന്നില്ല, ഇനി അങ്ങോട്ട് പഠിച്ചാലും ഈ ദിവസങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരു സമാധാനം തോന്നുമെങ്കിലും പക്ഷെ ഇനി അങ്ങോട്ട് പഠിച്ചെടുത്താലും ചാൻസ് ഉണ്ടോ, ഒരു 95 അല്ലെങ്കിൽ 90% മുകളിൽ കയറാൻ ചാൻസ് ഉണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? എത്ര പേര് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. മക്കളെ, ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ ഇതിന്. നമ്മൾ കഴിഞ്ഞ വർഷത്തെ ടോപ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഫുൾ മാർക്ക് കിട്ടിയവരും +1 +2 ഫുൾ മാർക്ക് 1200 1200 കിട്ടിയവരും 99-98% കിട്ടിയ കുട്ടികളോടൊക്കെ നമ്മൾ സംസാരിക്കുന്നതാണ്. നിങ്ങൾക്ക് തന്നെ ജസ്റ്റ് നിങ്ങൾ തന്നെ വേണമെങ്കിൽ എടുത്തു നോക്കിയാൽ നമ്മുടെ ചാനലിൽ കാണാം അവരുടെയൊക്കെ ഇൻ്റർവ്യൂസ്. പക്ഷെ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഒരൊറ്റ കോമൺ ആയിട്ടുള്ള കാര്യം മാത്രമേ അവർ പറയുന്നുള്ളൂ. അതായത് എല്ലാവരും പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നോട്ട് മേക്കിംഗ് ആയിക്കോട്ടെ, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്ട്രാറ്റജി ആയിക്കോട്ടെ, വേറെ പല കാര്യങ്ങളായിക്കോട്ടെ, ഭക്ഷണം കഴിക്കുന്ന രീതി ആയിക്കോട്ടെ, ഉറക്കത്തിൻ്റെ രീതി ആയിക്കോട്ടെ, അത് ഓരോ ആൾക്കാരും എന്താണ് പല പല സ്ട്രാറ്റജീസാണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഇവരൊക്കെ കോമൺ ആയിട്ട്, ഈ ടോപ്പേഴ്സ് എല്ലാവരും കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരൊറ്റ കാര്യമുള്ളൂ. ആ ഒരൊറ്റ കാര്യം നോട്ട് ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ സ്ട്രാറ്റജിയോ എന്തെങ്കിലും ട്രിക്കോ അതിലൊന്നുമല്ല. ഈ പരീക്ഷയുടെ ദിവസങ്ങൾ, അതായത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ അവരെത്ര മണിക്കൂർ പഠിച്ചു എന്നാണ്. എല്ലാവരും നമ്മൾ കോമൺ ആയിട്ട് സംസാരിച്ചാൽ +1 +2 ടോപ്പേഴ്സ് ആണെങ്കിൽ അവർ മിനിമം ഈ എക്സാം ദിവസങ്ങളിൽ 8 മണിക്കൂറെങ്കിലും പഠിച്ചിട്ടുണ്ടാവും. ആ 8 മണിക്കൂർ പഠിച്ചവരാണ് ഇവരെല്ലാവരും എന്ന് മാത്രമല്ല, അതിശയിപ്പിക്കുന്ന കാര്യം 95% മുകളിൽ കിട്ടിയ എല്ലാ കുട്ടികളും മിനിമം 8 മണിക്കൂർ പഠിച്ചവരാണ്. ഈ 8 മണിക്കൂറിന് മുകളിൽ പഠിച്ചവരിൽ ആർക്കും തന്നെ എന്താണ് 90 താഴെ കിട്ടിയിട്ടില്ല. ഈ അവസാന ദിവസങ്ങളിൽ അതിന് മുൻപുള്ള ഹിസ്റ്ററി ഒന്നും നോക്കാതെ നമ്മൾ 8 മണിക്കൂർ ഡെയിലി ഡെഡിക്കേറ്റഡ് ആയിട്ട് നല്ലൊരു സ്റ്റഡി പ്ലാനോട് കൂടെ പഠിച്ച ഒരു കുട്ടിക്ക് പോലും 90 താഴെ മാർക്ക് പോയിട്ടില്ല. അപ്പോൾ അതൊരു സന്തോഷ വാർത്തയാണ് നിങ്ങൾക്ക്. അതേസമയം ഒരു ചലഞ്ചും കൂടിയാണ്. സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 മണിക്കൂർ നിങ്ങൾ അങ്ങനെ ഇനി അങ്ങോട്ട് ഡെയിലി പഠിക്കാൻ റെഡിയാണെങ്കിൽ അതെങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ട്രാറ്റജൈസ് ചെയ്യാം. നിങ്ങൾ സ്കൂളിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടിയാണ്, ആ സ്കൂളിലും 8 മണിക്കൂർ പഠിക്കണം. വെറുതെ ക്ലാസ്സിലിരുന്നാൽ പോലെ പഠിക്കണം. അതിനുവേണ്ടി ഉപയോഗിക്കുകയാണ്, അത് കൂട്ടും. വീട്ടിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ 8 മണിക്കൂർ പഠിക്കണം മിനിമം ആണ് പറയുന്നത്. ഓരോ ആൾക്കാർക്കും അതിന് മുകളിൽ പോവാം നിങ്ങളുടെ ലെവൽ അനുസരിച്ച്. യൂട്യൂബിൽ ലൈവ് കാണുന്നത് അതിൽ അത്ര കൂട്ടില്ല, പക്ഷേ അതിന് റിവിഷൻ ചെയ്യുന്നത് അതിൽ കൂട്ടും. ആ ലൈവിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് അതിനെ നോട്ട്സ് ഉപയോഗിച്ച് പഠിക്കുന്നത് അതിൽ കൂട്ടും. ഇങ്ങനെ നിങ്ങളൊരു ഡെയിലി ഒരു 8 മണിക്കൂർ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയാൽ മക്കളെ, അതൊരു വലിയ സംഭവമാണോ? വലിയൊരു സംഭവം എന്നല്ല. നിങ്ങൾ ആലോചിക്കുമ്പോൾ സാർ 8 മണിക്കൂർ 10 മണിക്കൂർ എന്ന് ഭയങ്കര സംഭവമല്ലേ? പക്ഷേ ആക്ച്വലി വലിയ സംഭവമാണോ? നിങ്ങൾ 10 മണിക്കൂറും ഡെയിലി അങ്ങോട്ട് പഠിക്കാൻ വിചാരിക്കും. 33 ദിവസം 10 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 330 മണിക്കൂറേ ഉള്ളൂ. മക്കളെ, നിങ്ങളുടെ ലൈഫിൽ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഏതാണ്ട് 5,60,000 മണിക്കൂറുകളാണ് ബാക്കിയുള്ളത്. ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ചതാണ് ഞാൻ. അത്രയും മണിക്കൂറുകളാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടി ഇനി ബാക്കിയുള്ളത്. ആ ഒരു 5,60,000 മണിക്കൂർ ഏറ്റവും മനോഹരമായിട്ട് പോകണമെങ്കിൽ, ഏറ്റവും അടിപൊളി ലെവലിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ധാരണയുണ്ട്, ഈ +1 പബ്ലിക് എക്സാം അതിനൊരു ഒരു എന്തോ ഒരു റോൾ പ്ലേ ചെയ്യും. എന്താണ് നമുക്ക് എക്സാക്ട്ലി പറയാൻ പറ്റില്ല, ഒരു നല്ലൊരു റോൾ പ്ലേ ചെയ്യും. അപ്പോൾ ഒരു 300 മണിക്കൂർ നിങ്ങളുടെ 5,60,000 നിങ്ങളുടെ തന്നെ വരാൻ പോകുന്ന മണിക്കൂറിന് വേണ്ടി നിങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ അല്ലെ ചിലവഴിക്കാൻ നിങ്ങൾ റെഡി അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ 5,60,000 മണിക്കൂറിൽ അടിപൊളിയായിട്ട് ജീവിക്കാൻ, അല്ലെ പഠനം കൊണ്ട്, അല്ലെ നല്ല ജോലി കൊണ്ടോ എന്തെങ്കിലും ആയിക്കോട്ടെ, whatever it is, നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ എന്താണെങ്കിലും അത് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പോകാൻ നിങ്ങൾ അർഹിക്കുന്നുണ്ടോ, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ ആലോചിക്കുക. ഇത്ര പോലും നിങ്ങൾക്ക് സാക്രിഫൈസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഒരു ചിന്ത മനസ്സിലുണ്ടായിക്കോട്ടെ. ഒരു പോസിറ്റീവ് നോട്ടിൽ എന്ത് ചെയ്യാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 8 മണിക്കൂറിന് മുകളിലൊക്കെയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ മക്കളെ 90% മുകളിൽ നിങ്ങൾ നോക്കിയാൽ മതി. ഇതെൻ്റെ ഗ്യാരണ്ടിയാണ്. നിങ്ങൾ വേണേൽ എഴുതി വെച്ചോ. അതിൻ്റെ 8 മണിക്കൂർ നിങ്ങൾ മുകളിൽ പഠിച്ചിട്ട് നിങ്ങൾക്ക് 90% കിട്ടിയില്ലേ നിങ്ങൾക്ക് എന്നോടൊന്ന് ചോദിക്കാം.
ഞാൻ ഉത്തരവാദിയായിരിക്കും. അത്രേ പറയാനുള്ളൂ. ഇനി മറ്റൊരു മോട്ടിവേഷൻ വീഡിയോ ഇനി അങ്ങോട്ടുണ്ടാവില്ല. ഇതാണ് ഫൈനൽ മോട്ടിവേഷൻ. ഇതിൽ പിടിച്ച് കയറുക. ബാക്കിയുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ പറയണ്ടല്ലോ, ചാനലിൽ നോക്കിയാൽ മതി. ഓൾ ദി ബെസ്റ്റ്. നമുക്കിനി പരീക്ഷ കഴിഞ്ഞിട്ട് കാണാം.